ഹലോ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ 5ാം ക്ലാസ്സിലെ കിതാബുൽ ലിസാനുൽ ഖുർആനിലെ 5ാമത്തെ പാഠം അദ്ദർസു ഹാമിസ്. എന്താണ്? മൻ ഹഉലാഇ, ആരാണിവർ? നമ്മൾ എന്താണ് ആ പാഠഭാഗത്തിൽ പഠിക്കുന്നത്? ഇസ്മുൽ ഇഷാറകളാണ് നമ്മൾ ഈ ഭാഗത്തിൽ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം ഇതിന്റെ സൂചനാ നാമങ്ങൾ, അതായത് ഹാദ ഇത്, വഹാദിഹി ഇത്, വദാലിക അത്, വതിൽക അത്, വഉലൈക അക്കൂട്ടർ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും. അതാണ് ഇസ്മുൽ ഇഷാറകൾ. വ്യത്യസ്ത സന്ദർഭങ്ങളിലാണ് ഇഷാറത്തിന്റെ ഇസ്മുകൾ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാം. പാഠഭാഗത്തിൽ നമുക്ക് ആദ്യം വന്ന സെന്റൻസ്, പാഠഭാഗത്തിന്റെ വിശദീകരണം ഒന്ന് പറയാം. നമ്മളെ അറബി മലയാളം ഒരു ചാപ്റ്റർ വായിക്കുന്നത് പോലെ പറഞ്ഞുതരാം. എന്താണ്? മുഹ്സിൻ 1ാം ക്ലാസ്സിലെ പഠിതാവാണ്. സോലിഹ് അവന്റെ ഒറ്റ കൂട്ടുകാരനാണ്. ഒരു ദിവസം ദുഃഖിതനായിക്കൊണ്ട് മുഹ്സിൻ മദ്രസയിൽ നിന്ന് മടങ്ങി വന്നു. അത് കണ്ട പിതാവ് കാര്യം അന്വേഷിച്ചപ്പോൾ മുഹ്സിനിന്റെ മറുപടി, എന്റെ കൂട്ടുകാരൻ സോലിഹിന്റെ വല്ലിപ്പ രോഗിയാണ്, ആശുപത്രിയിലാണ് അദ്ദേഹം. രോഗി സന്ദർശനം സുന്നത്താണെന്ന് ഉസ്താദിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയാലോ? മുഹ്സിന്റെ ചോദ്യത്തിന് വളരെ നല്ലത് എന്നു പിതാവ് മറുപടി നൽകി. അങ്ങനെ അവർ വൈകുന്നേരം ആശുപത്രിയിലേക്ക് പോയി. രോഗിയെ ആശ്വസിപ്പിച്ച് അവർ മടങ്ങി. ആശുപത്രിയിൽ കണ്ട കാര്യങ്ങളൊക്കെ പിതാവ് മുഹ്സിന് വിവരിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പൊ അവിടെ ആശുപത്രിയിൽ കണ്ട കാര്യങ്ങളാണ് മുഹ്സിന് ഉപ്പ ഇവിടെ വിവരിച്ചു കൊടുക്കുന്നത്. അതാണ് നമുക്കിവിടെ ചിത്രത്തോട് കൂടിയിട്ട് മനസ്സിലാക്കാനുള്ളത്. ഹോസ്പിറ്റലിലുള്ള കാര്യങ്ങൾ, ലാബ്, ഫാർമസി, നഴ്സുമാര്, ICU, പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ, ഡോക്ടർമാർ. അപ്പൊ അതിലൊക്കെ എന്താണ്, റെഡ് കളറിൽ നമുക്ക് ചിത്രത്തിന്റെ കൂടെ അതിന്റെ പേരിന്റെ കൂടെ വന്നത് മനസ്സിലാക്കാം. അതാണ് എന്ത്? ഇസ്മുൽ ഇഷാറകൾ എന്ന് മനസ്സിലാക്കാം. അപ്പൊ നമുക്കത് വരുമ്പോൾ അത് ചേർത്ത് പറയുമ്പോൾ ഉള്ള എന്താണ് വായിക്കാന്നുള്ളത് നോക്കാം. ഹാദാ മുഖ്തബർ, ഇത് ലാബാണ്. ഹാദാ മുഖ്തബർ, ഇത് ലാബാണ്. ഹാദിഹി സൈദലിയത്തുൻ, ഇത് ഫാർമസിയാണ്. ഹാദിഹി സൈദലിയത്തുൻ, ഇത് ഫാർമസിയാണ്. അടുത്തതാ ഹഉലാഇ മുമരിളാത്തുൻ, ഇവർ നഴ്സുമാരാണ്. ഇവർ നഴ്സുമാരാണ്. അടുത്തത് ദാലിക ഖിസ്മുൽ ഇനായത്തിൽ മുറക്കസത്തി, അത് ICU ആണ്. അത് ICU ആണ്. അടുത്തതാ തിൽക ഉർഫത്തുൽ അമലിയാത്ത്, അത് ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഉലായിക അത്തിബാഉ, ഉലായിക അത്തിബാഉ എന്താണ്? ഡോക്ടർമാരാകുന്നു. അക്കൂട്ടർ ഡോക്ടർമാരാകുന്നു. അങ്ങനെ നമുക്കത് മനസ്സിലാക്കാം. പിന്നെ വരുന്ന വർക്ക് എന്താണ്? ഇവിടെ അസ്മാഉൽ ഇഷാറത്തി ലി കരീബിൻ, അതായത് അടുത്തുള്ള ഒരു കാര്യത്തിനെ ചേർക്കുന്ന ഇഷാറത്തിന്റെ ഇസ്മുകൾ, അടുത്തുള്ളതിനുള്ള ഇഷാറത്തിന്റെ ഇസ്മുകൾ. അടുത്തത് അസ്മാഉൽ ഇഷാറത്തിൽ ബഈദി, എന്താണ്? അകലെയുള്ളതിനുള്ള ഇഷാറത്തിന്റെ ഇസ്മുകൾ. അടുത്തുള്ളതിനെ ഉപയോഗിക്കുന്നത് ഹാദാ, ഹാദാനി, ഹഉലാഇ, ഹാദിഹി, ഹാതാനി, ഹഉലാഇ. അകലെയുള്ളതിന് ദാലിക, ദാനിക, ഉലായിക, തിൽക, താനിക, ഉലായിക. അങ്ങനെ അത് മനസ്സിലാക്കട്ടോ. ഇനി അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? താഴെയുള്ള ഇവിടെ ബ്രാക്കറ്റിൽ നിന്ന് തെരഞ്ഞെടുത്തത് അതിന് യോജിച്ചത് പൂർത്തിയാക്കണം. എന്താണ് അവിടെ വന്നത്? ഡേഷ് ഹക്കീബത്തുൻ, ഹക്കീബത്തുൻ മുഅന്നസ് ആണ്. അപ്പൊ നമുക്കവിടെ ഹാദിഹി ഹക്കീബത്തുൻ, ഇത് ബാഗാണ്. അടുത്തതാ തൊബീബുൻ, ഡോക്ടർ, അത് മുദക്കറാണ്. അപ്പൊ നമുക്കവിടെ എന്താണ്? ദാലിക തൊബീബുൻ, അദ്ദേഹം ഡോക്ടറാണ്. ഇനി ദാരിസത്താനി, പഠിതാക്കളാണ് എന്നാണ്. താനി, രണ്ടുപേർ പഠിതാക്കളാണ് എന്നാണ് അല്ലെ. അപ്പൊ അവിടെ ഹാത്താനി, ഇവർ രണ്ടുപേരും പഠിക്കുന്ന പെൺകുട്ടികളാണ്. അടുത്ത മുഅല്ലിമൂന, അധ്യാപകനാണ്. അപ്പൊ അവിടെ ഉലായിക്ക, ഉലായിക്ക
മുഅല്ലിമൂന അങ്ങനെ ചേർത്ത് പൂർത്തിയാക്കി കൊടുക്കാം. പിന്നെ അവിടെ മുഫ്രദും ജംഉം തൊബീബുൻ ഡോക്ടർ, അത്തിബാഉ ഡോക്ടർമാർ, മുമരിളത്തുൻ നേഴ്സ്, മുമരിളാത്തുൻ നേഴ്സുമാർ. ഇനി അർത്ഥം മനസ്സിലാക്കി എഴുതാനാണ്. എന്താണ്? ഹസീനുൻ ഹസീനുൻ ദുഃഖിതൻ, മരീലുൻ രോഗി, സമയ കേട്ടു, റാ കണ്ടു. അങ്ങനെ നമുക്കത് പൂർത്തിയാക്കി കൊടുക്കാം. പിന്നെ അടുത്തത് വരുന്നത് അർത്ഥം മനസ്സിലാക്കാനാണ്. മാതാ അസ്വാബക്ക, നിനക്ക് എന്തു പറ്റി? ഷഫാഉല്ല, അദ്ദേഹത്തിന് അള്ളാഹു ശിഫ നൽകട്ടെ. ലാ ബഅസ, സാരമില്ല. തുഹൂറുൻ ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ ശമനം ഉണ്ടാകും. തുഹൂറുൻ ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ ശമനം ഉണ്ടാകും. ഇനി താഴെയുള്ള ഓരോ ആയത്തുകളിൽ നിന്ന് എന്താണ് ഇഷാറത്തിന്റെ ഇസ്മ മനസ്സിലാക്കി അണ്ടർലൈൻ ചെയ്യാനാണ്. അപ്പൊ നമുക്കവിടെ മനസ്സിലാക്കാം ഓരോ ആയത്തിൽ നിന്നും. ഇൻ ഹാദ, അവിടെ ഹാദ എന്നത് വന്നു. അടുത്തതിൽ ഉലായിക്ക, ഉലായിക്ക എന്നത് വന്നു. അടുത്തത് തിൽക്ക എന്നത് അല്ലെ അത് വന്നു. പിന്നെ ഹ ഉലായി, അതില് ഹ ഉലായി എന്നതാണെന്ന് മനസ്സിലായി. പിന്നെ കാലു ഇൻ ഹാദാനി, അവിടെ ഹാദാനി എന്നതാണ്. പിന്നെ ഇന്ന ഹാദിഹി അത് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ ദാലിക്കൽ കിതാബു, അപ്പൊ അതൊക്കെ മനസ്സിലാക്കാം. പിന്നെ പാഠത്തിന്റെ ഏറ്റവും അടിയിൽ വരുന്ന എന്താണ് മീനിങ് വരുന്നുണ്ട് അല്ലെ, അത് നന്നായി മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് എക്സാമിന് വന്നാലേ എഴുതാൻ കഴിയുള്ളൂ. നമുക്ക് നമ്മൾ ലിസാൻ അറബിയിലാണ്, അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കാനൊക്കെ ഈ മീനിങ് പഠിച്ചാലാണ് നമുക്ക് പെട്ടെന്ന് കഴിയുള്ളൂ. എല്ലാവരും മനസ്സിലാക്കി പഠിക്കണം. ഇത്രയാണ് ഈ പാഠഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എല്ലാവരും ഉപകാരപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.